ഗുഡ് മോർണിംഗ് ഓൾ. 2015 സ്കീമിന്റെ ഇപ്പോൾ സപ്ലി എക്സാം വരുന്നുണ്ട് ഓട് സെമസ്റ്ററിന്റെ. ഈ പറഞ്ഞ സെമസ്റ്ററിലെ എക്സാമിന്റെ മുന്നേ ഒത്തിരി കുട്ടികൾ എന്നെ വിളിക്കുന്നുണ്ട് പല സംശയങ്ങളും ഉത്തരങ്ങളും അറിയാൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസും ആൻസറും എനിക്ക് നിങ്ങളോടുകൂടെ ഡിസ്ക്ലോസ് ചെയ്യണമെന്നുണ്ട്. വി ക്യാൻ ടേക്ക് അപ്പ് ദാറ്റ്. ഇവിടെ അറേസ് ചെയ്ത ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാല്, സാർ ഞാൻ ഈ പറയുന്ന എക്സാംസ് മുഴുവൻ ഈ ഓടെ സെമസ്റ്ററിൽ എനിക്ക് ഒത്തിരി സപ്ലികളുണ്ട്, അത് മുഴുവൻ ഞാൻ എഴുതേണ്ടതുണ്ട്. ഈ പറയുന്ന എക്സാംസ് കമ്പൈൻഡ് ആയിട്ട് വരുമോ? ഇത് മുഴുവൻ എനിക്ക് സപ്ലി എഴുതിയെടുക്കാൻ സാധിക്കുമോ? ഇത്ര എക്സാംസ് എങ്ങനെയാണ് സാർ ഞാൻ ഈ പറയുന്ന സപ്ലി ഓവർകം ചെയ്യുന്നത്? ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, സപ്ലികൾ എഴുതി പാസ്സാകാൻ ഏറ്റവും നല്ലത് ഈ പറഞ്ഞ പരീക്ഷ ഒരുമിച്ച് എഴുതുന്നതാണ്. എത്ര പരീക്ഷ ഉണ്ടെങ്കിലും ഞാൻ ആദ്യം തന്നെ എന്റെ ഫീൽ വെച്ച് പറയട്ടെ, 56 സപ്ലികൾ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. ഈ 56 എണ്ണവും സത്യത്തിൽ ഒരുമിച്ച് എഴുതിയ ആളാണ് ഞാൻ. രാവിലെ ഉച്ച കഴിഞ്ഞും എല്ലാ പരീക്ഷ എഴുതുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഒരുമിച്ച് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്നറിയോ, ഒരു പേപ്പറോ 2 പേപ്പറോ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾ ആ ഒരു പരീക്ഷ മോഡിലോട്ട് എത്തും. ആ പരീക്ഷ മോഡിലോട്ട് എത്തിയാൽ പിന്നെ നിങ്ങൾ ആ ഒരു മോഡിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാക്കിയുള്ള പരീക്ഷ എഴുതാൻ പറ്റും. ഞാൻ പറയുന്നത് എന്റെ ജീവിതം വെച്ചിട്ടാണ് ഈ പറയുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ പറയുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയ കാലത്ത് എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നി. രാവിലെ ഉച്ചയ്ക്ക് എഴുതുന്നതിനൊന്നും ഒരു പേടിയും തോന്നിയിട്ടില്ല. കാരണം രാവിലത്തെ എല്ലാം ഞാൻ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്, എനിക്കൊരു നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും എനിക്ക് എളുപ്പം പാസ്സാകാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വിശ്വസിക്കുന്നതെന്നറിയോ, നിങ്ങൾ ഒരു പരീക്ഷാ മോഡിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എഴുതാനുള്ളത് തന്നെ വരും. യഥാർത്ഥത്തിൽ 1-2 സപ്ലി ഉള്ളവരാണ് പേടിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ എനിവേ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊരു ഫ്ലോ സ്റ്റേറ്റ് ആണ്. യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഈ പറയുന്ന ഒരു ബുക്ക് തന്നെയുണ്ട്, ഞാൻ ഇവിടെ കാണിക്കാം. ഈ ബുക്കാണ് അത്, ഫ്ലോ എന്ന് പറഞ്ഞൊരു ബുക്കാണ്. യഥാർത്ഥത്തിൽ ഈ ബുക്കിൽ പ്രതിപാദിക്കുന്നത് എന്താണെന്നറിയോ, ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഫ്ലോ സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല. ഞാൻ ഈ പറയുന്ന ഇംഗ്ലീഷ് ബുക്ക് നിങ്ങൾ പോയി ഇപ്പൊ വായിക്കാൻ നിൽക്കണ്ട, പക്ഷെ ഇപ്പൊ നിങ്ങൾ പോയി പരീക്ഷ പാസ്സാകും. പക്ഷെ എന്തിനും ഞാനൊരു കാര്യം പറയുന്നത് എന്താ പറയുക, ഈ ഫ്ലോ സ്റ്റേറ്റിലോട്ട് എത്തുന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മള് പരീക്ഷയുടെ തലേ ദിവസം പഠിക്കുന്നത് എത്ര പെട്ടെന്നാണെന്നറിയോ, എത്ര വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നറിയോ. എന്നാൽ ഇതേ സാധനം നമ്മൾ 2 ആഴ്ച 3 ആഴ്ച മുന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന 6 മാസം കിട്ടാറുണ്ടല്ലോ നമുക്ക് സെമസ്റ്ററിൽ. ആ സെമസ്റ്ററിൽ എപ്പോൾ എടുത്ത് നോക്കിയാലും പാടാന്നൊരു തോന്നലാണ്. പരീക്ഷയുടെ ദിവസം ഗത്യന്തരം ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മളൊരു ഫാസ്റ്റ് ഒരു സ്റ്റഡി ഉണ്ട്, അതിന് വലിയ സമയം എടുക്കാറുമില്ല. ഇതിന് തന്നെയാണ് ഈ ബുക്ക് പ്രതിപാദിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് പ്രതിപാദിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഞാനും ഇപ്പൊ പ്രതിപാദിച്ചത്. നിങ്ങൾക്ക് ഒരു 10-30 സപ്ലി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ടതില്ല. ഈ പറഞ്ഞ പരീക്ഷ പാസ്സാകാൻ വളരെ എളുപ്പമാണ്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പരീക്ഷ നമ്മൾ ഒരുമിച്ച് വരാനും നിങ്ങൾ പ്രാർത്ഥിക്കണം. എത്ര അടുപ്പിച്ച് വന്നാലും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, പരീക്ഷയ്ക്ക് ഒരു 5 ദിവസം മുന്നേ നമ്മൾ തയ്യാറെടുത്തിരിക്കണം. ഇപ്പോഴല്ല, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 20-ാം തീയതി ഒരു 4 പരീക്ഷ വരുന്നു. ഈ 4 പരീക്ഷ 20-ാം തീയതി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-ാം തീയതി തൊട്ട് ആദ്യത്തെ 5 ദിവസം ഏറ്റവും അവസാനത്തെ പരീക്ഷ, അടുത്ത 5 തൊട്ട് 10-ാം തീയതി വരെ അതിന് മുന്നത്തെ പരീക്ഷ, സെക്കൻഡ് ലാസ്റ്റ് പരീക്ഷ, ആ പറയുന്ന 10-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെ സെക്കൻഡ് പരീക്ഷ, ഈ പറഞ്ഞ 15-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെയും നമ്മൾ ആദ്യത്തെ പരീക്ഷയ്ക്ക് പഠിക്കുക. ഇതാണ് ഒരു മോഡ്. ഞാനിത് പറയാൻ കാരണം എന്താ പറയുക, ചിലപ്പോൾ ഈ പരീക്ഷകൾ അടുപ്പിച്ചൊക്കെ ആയിരിക്കും. നമുക്ക് ഡേറ്റ് 5 ദിവസം കിട്ടി, നിങ്ങൾ ഓരോ മൊഡ്യൂളിനും നോട്ട് തയ്യാറാക്കി ആ നോട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഇത്രയേ ഉള്ളൂ ഈ പരീക്ഷകൾ. ഇതെന്തുകൊണ്ടാണ് ഞാനിത് വീണ്ടും അത് പറയാൻ കാരണം അറിയോ, പരീക്ഷയ്ക്ക് ഇന്നലെ വിളിച്ച കുട്ടിയും ഈ മിനിഞ്ഞാന്ന് വിളിച്ചവരും എല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഒറ്റ ആൻസറേ ഉള്ളൂ. ഈ പറഞ്ഞു വന്ന വളരെ കൃത്യമായിട്ട് നിങ്ങളൊരു നോട്ട് ഉണ്ടാക്കുക, അത് അവിടെ കൃത്യമായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. അത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇവിടെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ, നമ്മൾ ചിലപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ പൊട്ടും. ജയിക്കുമെന്ന് വിചാരിച്ച പേപ്പറാണ്, എന്നാൽ ജയിക്കത്തില്ലെന്ന് വിചാരിച്ച പേപ്പർ ചിലപ്പോൾ ജയിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് ആ പറയുന്നതിന്റെ മെയിൻ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ പറഞ്ഞ പൊട്ടു എന്ന് പറഞ്ഞ എക്സാം മിക്കവാറും 4-ാമത്തെ 5-ാമത്തെ, എന്നാൽ നിങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞ എക്സാം 1-ാമത്തെ ഇറക്കുമായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആ പരീക്ഷയുടെ മോഡിലോട്ട് നിങ്ങളുടെ ശരീരവും മനസ്സും ആ ഒരു ലെവലിലോട്ട് എത്തിയിട്ട് അങ്ങനെ വരുമ്പോൾ എഴുതുന്നതിനും ആ ഒരു ഇതിനെല്ലാം നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ടെന്ന്. പക്ഷെ ഇറ്റ് വിൽ നോട്ട് പ്രൊഡ്യൂസ് ഇൻ ദാറ്റ് പേപ്പർ. ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. വളരെ സിൻസിയറായിട്ട് നിങ്ങൾ പഠിച്ചാൽ ഒരു ഫ്ലോ സ്റ്റേറ്റിലെത്തും. 5-6 പേപ്പറൊക്കെ വരുമ്പോൾ സന്തോഷിച്ചോടുക. അവസാനത്തെ പേപ്പറൊക്കെ നിങ്ങൾ പോയി ചുമ്മാ ജിൽ എന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ കെമിസ്ട്രി ആയിരിക്കും ആദ്യത്തെ, അവസാനത്തെ പേപ്പർ ഫിസിക്സ് ആയിരിക്കും. ഇത് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ കൂടിയും യു ആർ ഇൻ എ ഫ്ലോ സ്റ്റേറ്റ്. ആ ഒരു സ്റ്റേറ്റിൽ എത്തിയാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. ഞാനിത് എന്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ജിൽ എന്ന് പറഞ്ഞ പേപ്പറിലെ പാസ്സാവും. ഞാൻ എന്റെ സെമസ്റ്ററുകളെല്ലാം പോക്കിയത്. ഈ പറഞ്ഞു വന്ന എന്റെ റിസൾട്ട് വന്ന പോലെ ഞാൻ പറയാം, ഒരാഴ്ചയാണ് ഈ 3 റിസൾട്ട് വരുന്നത്. 3, 4, 5 3 ഫുൾ പാസും. അപ്പൊ എന്റെ അടുത്ത് എന്റെ ഫാദർ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എടാ നീ ഒരാഴ്ച കൊണ്ട് 3 സെമസ്റ്ററാണ് പാസ്സായത്.
കളിയാക്കി ചോദിച്ചതാണ്. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ, അതൊരു സന്തോഷം തന്നെയാണ്. നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റും. ഞാനിത് ചുമ്മാ പറയുന്നില്ല, എനിക്ക് വലിയ കഴിവൊന്നും ഉണ്ടായിട്ടല്ല ഈ പറയുന്നത്. പക്ഷെ നിങ്ങൾ ആ ഒരു ഫ്ലോ സ്റ്റേറ്റിൽ എത്തുകയും വളരെ ആത്മാർത്ഥമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 5 ദിവസം പഠിക്കാൻ സാധിച്ചാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പാസ്സാകും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നലെ ചോദിച്ച കുട്ടി എന്നോട് ചോദിച്ചാണ്, സാർ ഞാൻ എഞ്ചിനീയറിംഗ് എല്ലാം മറന്നുപോയി, എനിക്കിപ്പോ എഞ്ചിനീയറിംഗിലൊന്നും വലിയ വിവരമില്ല. ആദ്യം പഠിച്ചു തുടങ്ങുന്നു. സത്യത്തിൽ ഈ പറഞ്ഞ 2015 ബാച്ചുകാർ പലരും ഇപ്പോൾ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയോട് ഞാൻ പറഞ്ഞത് 4 വർഷം പഠിക്കാതിരുന്ന ഒരാളാണ്. ഈ 4 വർഷം പഠിക്കാതിരുന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു വേർഡ് എഴുതാൻ പേടിയാണ്. കാരണം എഴുതിയാൽ തെറ്റിപ്പോകുന്നുള്ള ഒരു തോന്നലാണ്. അവിടെ നിന്ന് നമ്മൾ പതുക്കെ കൺസിസ്റ്റന്റ് ആയിട്ട്, ആ ഒരു വേർഡ് ഞാൻ കൃത്യമായിട്ട് പറയുന്നു, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു ഡേറ്റ് വെച്ച് കൃത്യമായിട്ട് ഒരു മൊഡ്യൂൾ വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യത്തെ ദിവസം മൊഡ്യൂൾ എഴുതി തുടങ്ങുമ്പോൾ ദൈവം ഇതെല്ലാം ശരിയാവും, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ഒരു തോന്നലൊക്കെ വരും. അതെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് വന്നാൽ നമ്മുടെ മനസ്സും ശരീരവും പതുക്കെ പതുക്കെ അഡാപ്റ്റബിൾ ആവും. പതുക്കെ പതുക്കെ പഠിത്തമായിട്ടൊക്കെ സെറ്റ് ആവും. പതുക്കെ പതുക്കെ നമുക്ക് ഇതൊക്കെ എഴുതിയെടുക്കാവുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞ അതേ കാര്യം തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും. യഥാർത്ഥത്തിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പ്രൊപ്പോർഷനാണ്. സംതിങ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദിസ്, സംതിങ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദിസ്. എന്റയർ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്റ്റഡ് ബൈ എ സം റിലേഷൻഷിപ്പ്. ഞാനിവിടെ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുണ്ട്. നിങ്ങളുടെ മാമന്റെ മോളുടെ പേരും മാമന്റെ പേരും മാമൻ താമസിക്കുന്ന സ്ഥലവും മാമന്റെ പ്രോപ്പർട്ടിയുടെ ഇതും മാമന്റെ ഭാര്യയുടെ പേരും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി യു ക്യാൻ സ്റ്റഡി ഓൾ ദീസ് തിങ്സ് ഓൾസോ. ഇവിടെ ഞാൻ അപ്പോൾ രണ്ടാമതൊരു കുട്ടി, ആ കുട്ടി പറഞ്ഞൊരു ചോദ്യമുണ്ട്, ഞാൻ എല്ലാം മറന്നു പോകുന്നു സാർ. സത്യത്തിൽ ഞാൻ അതിനും ഒരു ട്രിക്ക് പറയാം. രാവിലെ എഴുന്നേറ്റിട്ട് ഏതെങ്കിലും ഒരു വേർഡ്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ തേങ്ങ, ഫസ്റ്റ് നമ്മൾ തേങ്ങ എന്ന് പറയും, അടുത്ത് നമ്മൾ പറയുന്നു മാങ്ങ, അടുത്ത വർഷം നിങ്ങൾ പറയുമ്പോഴല്ലോ തേങ്ങ മാങ്ങ ചക്ക. ഇപ്പൊ അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യം പറയണമെങ്കിൽ മണ്ണ്, അടുത്ത ഇവിടുന്ന് മണ്ണ്. അപ്പൊ തേങ്ങ മാങ്ങ ചക്ക മണ്ണ്, ഈ 4 പറഞ്ഞുകൊണ്ട് അടുത്ത് പറയാം. ഞാൻ എന്താ പറയുന്നറിയോ, ഇങ്ങനെ ഒരു 15 നിങ്ങൾക്ക് സീക്വൻസ് ആയിട്ട് ഓർത്ത് ആദ്യം തൊട്ട് പറയുന്നത് ഓർത്തോർത്ത് 15 ചെയ്യാൻ പറ്റിയ, എന്നിട്ട് ഈ 15ാമത്തെ എത്തുമ്പോൾ സമയത്ത് തിരിച്ചു കൊടുത്ത് പറയാൻ പറ്റും. ആ സീക്വൻസിനെ ഒന്ന് റിവേഴ്സ് ഓർഡറിലൂടെ പറയാൻ സാധിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ബ്രെയിൻ ഓൾവേസ് റെഡി ഫോർ ദാറ്റ്. റിമെമ്പറിങ്ങിന് റെഡി ആയി കഴിഞ്ഞു. ഒറ്റ ദിവസം ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി. ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഏകദേശം ഒരു 15 ദിവസം കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ മോർ ദാൻ എനഫ് ഫോർ യു. അപ്പൊ 2 ട്രിക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതെന്തിനായി പറയുന്നറിയോ, യഥാർത്ഥത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കേണ്ടത് തന്നെ ഉണ്ട്. അതൊരു ഓർഡറിൽ തന്നെ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ ബ്രെയിനിനും നമ്മൾ ഇത് ചെയ്യുന്നത്. സത്യത്തിൽ ഇവിടെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് സ്ട്രൈവ് ചെയ്ത് തുടങ്ങിയാൽ ഇതൊന്നും വലിയ സംഭവങ്ങളൊന്നുമല്ല. ഞാനിതിനെ ഇപ്പൊ ആരെയും ബ്ലെയിം ചെയ്യാനോട് പറയാനെന്ന് ഞാൻ ആദ്യം പറയട്ടെ. യഥാർത്ഥത്തിൽ എഞ്ചിനീയറിംഗിൽ ഈ പറഞ്ഞ നമ്മുടെ 56 സപ്ലൈ പൂർത്തിയായി, ഗേറ്റ് എഴുതി പാസ്സായി, 3 തവണയല്ല 10-20 തവണ ഗേറ്റ് പാസ്സായി, 2 തവണ 90, 120 റാങ്ക് കിട്ടി എനിക്ക്. എന്റെ കേസ് ഞാൻ പറയട്ടെ, പഠിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ഇതൊന്നും വലിയ സംഭവങ്ങളൊന്നുമല്ല. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വളരെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഉള്ളി പൊളിക്കുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതേ ഉള്ളൂ. അവിടെ ഒരു ചോദ്യം നിൽക്കുന്നത് എന്താണെന്നറിയോ, നമ്മളിപ്പോ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുമ്പോൾ, ഇന്ന് ഞാൻ പറയുന്ന യൂണിവേഴ്സിറ്റി ടോപ്പർ പോലും ദേ ആർ നോട്ട് സ്റ്റഡിങ് സബ്ജക്ട് വെരി വെൽ. അവര് പോലും എന്താണ് കൃത്യത്തോടെ അറിഞ്ഞിട്ടാണ് പഠിക്കുന്നത് വെച്ചാൽ ഞാൻ ഉറപ്പ് പറയുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സ് നല്ല ഗേറ്റിലൂടെ കിട്ടണം, കൂടെ നല്ല റാങ്ക്, ശരിയല്ലേ? ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഗേറ്റ് എന്ന് പറയുന്നത് വെറും 24 മാർക്കോ 20 മാർക്കോ എല്ലാം മതി. 1-2 സബ്ജക്ട് പഠിച്ചാൽ തന്നെ ക്രാക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ 1-2 സബ്ജക്ട് വ്യക്തമായിട്ട് അവൻ അറിഞ്ഞിരിക്കണം, ക്രാക്ക് ചെയ്യാൻ പറ്റും ഗേറ്റ് എക്സാം. പക്ഷെ ഞാൻ ഒരു സത്യം പറയട്ടെ, ഈവൻ ഒരു സബ്ജക്ട് ഗേറ്റിന് നല്ലപോലെ പഠിച്ചാൽ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റിനെ എല്ലാം അഫക്ട് ചെയ്യും. അവൻ ഈസി ആയിട്ട് ബാക്കിയുള്ള എല്ലതും പറഞ്ഞു മനസ്സിലാവും, ഒരു സബ്ജക്ട് തറവിലി സ്റ്റഡി ആയിട്ട്. അപ്പൊ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം പറയട്ടെ, ഞാൻ അത് 100% ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഐ ആം നോട്ട് ഷുവർ എല്ലാ ടീച്ചേഴ്സും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണോ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ചോദിച്ചാൽ, അല്ലെങ്കിൽ ആൻസർ ചെയ്യുന്ന ചോദിച്ചാൽ, അല്ലെങ്കിൽ ആൻസർ കീ നോക്കുന്ന ചോദിച്ചാൽ, ഐ ആം ട്രൂലി ബിലീവ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ അവരെ ബ്ലെയിം ചെയ്യുന്നതല്ലത്, ഇറ്റ്സ് എ ഫാക്ട്. അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനെല്ലാം ഗേറ്റ് കിട്ടണമല്ലോ, ഗേറ്റ് എക്സാം എഴുതി അവരും വേറെ ലെവലിലോട്ടൊക്കെ പോകണ്ട. അപ്പൊ അത് ഞാൻ ആരും കുറ്റം പറയുന്നതല്ല, ഇറ്റ്സ് എ ഫാക്ട്. പക്ഷെ ഒന്നുണ്ട്, ദേ ആർ എക്സ്പെക്ടിങ് സം നോട്ട് അല്ലെങ്കിൽ സം കീ പോയിന്റ് ഫ്രം യു. അത് ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ ദേ നോ ദാറ്റ് ഇഫ് യു ആർ റൈറ്റിംഗ് ദാറ്റ് തിങ്സ് ഓർ നോട്ട്. അത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അതിനുള്ള ഒരു ചീറ്റ് കോഡ് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ പോയി നോട്ട് തയ്യാറാക്കി, നിങ്ങൾ നോട്ട് തയ്യാറാക്കി ഈ പറഞ്ഞു വന്ന കൃത്യതയോടെ ആ വേർഡ് ബൈ വേർഡ് ചില പോയിന്റുകൾ വരാറുണ്ട്, അത് അവിടെ ഉണ്ടെങ്കിൽ അവര് മാർക്ക് ഇട്ടിരിക്കും. ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് ഫോർ സേക്ക് ഓഫ് പാസിംഗ് ദാറ്റ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. ഗേറ്റ് എക്സാം ആണെങ്കിൽ ഇത് അങ്ങനെയല്ല. ഫോർ സേക്ക് ഓഫ് പാസിംഗ് യുവർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഒരു സംഭവമല്ല.
നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് പാസ്സാകാവുന്നേ ഉള്ളൂ. യു ഷുഡ് പേ സം പ്രൈസ്. ആ പ്രൈസ് എന്താ ചോദിച്ചാൽ പേ 5 days, നോട്ട് മോർ ദാൻ ദാറ്റ്. ഈ പറഞ്ഞ 5 days നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്താൽ. നമ്മുടെ KTU എക്സാമില് യഥാർത്ഥത്തിൽ പറഞ്ഞാല് ഇപ്പൊ നിങ്ങളുടെ കേസിൽ 10 എസ്സെയാണ് വരുന്നത്. കാരണം നമുക്ക് ഒരു 5 മൊഡ്യൂളാണുള്ളത്, അതുകൊണ്ട് ഓരോ ഓപ്ഷനും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്, ശരിയല്ലേ? നമ്മുടെ കാലത്തും അങ്ങനെ തന്നെയാണ്, 4 മൊഡ്യൂളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് 8 എസ്സെയാണ് വരുന്നത്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ശരിക്കും 10 എസ്സെയാണ് നിങ്ങൾക്കുള്ളത്. ഈ ഒരു മൊഡ്യൂളിൽ തന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഞാനിത് പറയാൻ കാരണം അറിയോ, യു ഹാവ് ടു റൈറ്റ് ആ 5 എസ്സെയിൽ അറിയാവുന്ന ചോയ്സ് എടുത്തിട്ട് അത് എഴുതുക തന്നെ വേണം. എല്ലാ മൊഡ്യൂളും പഠിച്ചിരിക്കാൻ വേണം. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, സപ്ലി എഴുതുന്ന ആളാണ് നിങ്ങൾ ഇനി ഈ പറഞ്ഞ സാധനം, ഈ പറഞ്ഞ പാമ്പ് തിരിഞ്ഞു കൊത്താൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുണ്ടല്ലോ ആറാമതോ 7-ആമതോ പറ്റുമെങ്കിൽ ഒരു 6-7 എസ്സേ എഴുതിയിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഇറ്റ്സ് യുവർ ചോയ്സ്. ആ ചോയ്സ് എഴുതേണ്ട കാര്യമില്ല, പക്ഷെ യു ഹാവ് ടു റൈറ്റ് ദാറ്റ്. ഇതിന് 2 കാരണങ്ങളോ. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ബിരിയാണി കിട്ടിയോ കിട്ടിയില്ലോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണ്ട എന്നറിയോ, ഞാൻ എൻ്റെ സർവ്വശക്തിയും എടുത്ത് ഈ പറയും. ഞാനതിന് കൃത്യമായിട്ടൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ സ്ട്രാറ്റജികളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരീക്ഷകളിലോട്ട് കയറുന്നതിന് മുമ്പ് മനസ്സുകൊണ്ട് തയ്യാറെടുത്ത്, നമ്മുടെ ഈ പറയുന്ന ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അടിമകളെ എല്ലാം യുദ്ധത്തിനായിട്ട് പറഞ്ഞു വിടുമ്പോൾ നമ്മുടെ ഗ്ലാഡിയേറ്റർ ആയിട്ടുള്ള നായകൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, വാട്ട് എവർ ദ തിങ്സ് കംസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലോട്ട് വരുന്നത് വി വിൽ ഫൈറ്റ് ടുഗർ എന്ന് പറഞ്ഞൊരു ഡയലോഗ് എന്ന് പറഞ്ഞ പോലെ പരീക്ഷകളിലോട്ട് കയറുന്നതിന് മുമ്പ് വാട്ട് എവർ ദ തിങ്സ് കം, നിങ്ങളുടെ സർവ്വശക്തി എടുത്ത് അറിയാവുന്നതെല്ലാം എഴുതി വെച്ച് 5-6 ദിവസം എഴുതി വെച്ച് ടോട്ടലി ഞാൻ പറയാലോ, യൂണിവേഴ്സിറ്റി നോക്കുന്ന സാറിനും യൂണിവേഴ്സിറ്റിക്ക് ഫീൽ ചെയ്യണം, ഇവൻ ഇനിയും വന്നാൽ ഇനിയും 7-8 എന്നാ പറഞ്ഞ എസ്സേ ആയിട്ട് വരും, ഇത് മുഴുവൻ ഞാൻ നോക്കേണ്ടി വരും. ഈ ഒരു ഫീല് ജനറേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് തീർന്നു, ഇതുകൊണ്ട് ഇനി ഇതിന്റെ പുറകെ നടക്കാൻ വയ്യ നമുക്ക്. ഇവിടെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ, നിങ്ങൾ ഈ പറയുന്ന രാവിലെ മറ്റേ ഫിസിക്സ് ആണ് എഴുതുന്നത്, ഉച്ച കഴിഞ്ഞാണ് കെമിസ്ട്രി എങ്കിൽ രാവിലെ ആ ഫിസിക്സ് മുഴുവൻ മറക്കാൻ വേണ്ടി തലകൂടെ എഴുതുന്നത് നല്ലതാണ്. കാരണം ഉച്ച കഴിഞ്ഞ് നമുക്ക് വേറെ പണിയുണ്ടല്ലോ, വേറെ എക്സാം എഴുതണ്ടേ. ഇവിടെ ഒരു കാര്യം തുറന്നു പറയട്ടെ, നിങ്ങൾ ആദ്യത്തെ എക്സാമിനുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് എക്സാം നിങ്ങൾ ക്രാക്ക് അല്ലെങ്കിൽ എഴുതുന്നത് വളരെ എലാബറേറ്റ് ആയിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു ഹിറ്റ് ആയിരിക്കണം. കാരണം നിങ്ങൾ പേടിക്കേണ്ട പേപ്പർ ഫസ്റ്റ് പേപ്പർ. ഞാൻ പറയുന്ന 4-5 പേപ്പറൊക്കെ ഒരുമിച്ച് എഴുതാൻ വരുമ്പോൾ ഉള്ള കാര്യം പറയുന്നത്, ആദ്യത്തെ പേപ്പർ ഹിറ്റ് ചെയ്യുന്ന വളരെ ഇതായിട്ടായിരിക്കും. അതെന്താ കാരണം അറിയോ, ആദ്യത്തെ 1-2 പേപ്പർ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ആ ട്രാക്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. എന്റെ ജീവിതത്തിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്ത കാര്യമായതുകൊണ്ടാണ്. അത് ഞാൻ എന്റെ 56 സപ്ലികളുടെ വീഡിയോക്കകത്ത് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പൊ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നതെന്ന് വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ സത്യത്തിലുണ്ടല്ലോ, നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആദ്യ തോന്നൽ വരുന്ന ആള് സപ്ലിയാണ്, നിരാശയാണ്. കാരണം നിങ്ങളിപ്പോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരെ കമ്പയർ ചെയ്യുന്നുണ്ടാവും, ഈ പറയുന്ന മറ്റുള്ളവർക്ക് ജോലി കിട്ടി, ഞാനിപ്പോഴും സപ്ലി ആയിട്ടോ എഞ്ചിനീയറിംഗിനുള്ള വിവരമൊന്നുമില്ല, ഇങ്ങനെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കും. സത്യമാണ്. നമ്മൾ ഇത്രയും നെഗറ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് വേണം നമ്മളെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ. ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അതിലും വലിയ പെയിനുള്ള സാധനമാണ്. കാരണം നമ്മൾ അറിയാത്ത നമുക്ക് അന്ധകാരം നിൽക്കുന്ന ഒരു സ്ഥലത്ത് വെട്ടം വീഴുകയാണ് ശരിക്കും പഠനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ്. അപ്പൊ അവിടെ ശരിക്കും ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങളോട് ആരെങ്കിലും പറയാണ്, എടാ നീ ഒരു വൃത്തികെട്ടവനാടാ, നീ ഒന്നും കൊള്ളാത്തവനാടാ, നീക്ക് ആ ഒരു തോന്നൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പണി ചെയ്യാൻ പോലും നിങ്ങൾക്ക് തോന്നത്തില്ല. രണ്ടാമതൊരു കാര്യം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ പറഞ്ഞ പ്രിപ്പറേഷൻ ടൈമിൽ പുസ്തകം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ചിലത് അങ്ങനെ വരുമ്പം നമുക്ക് തോന്നലുകൾ വീണ്ടും കൂടത്തേ ഉള്ളൂ. ഇവിടെ എല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയട്ടെ, ഇതെല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ ഈ പറയുന്ന പരീക്ഷകളെ ഒന്നും എല്ലാം മനസ്സിലാക്കിയിട്ടേ ഞാൻ പഠിക്കുകയുള്ളൂ എന്നൊക്കെ വെച്ചാൽ എന്റെ ആത്മാർത്ഥമായിട്ട് പറയാലോ, നിങ്ങൾ വല്ല ഗേറ്റ് എക്സാം ഒക്കെ എഴുതാൻ പോകുന്നതായിരിക്കും നല്ലത്. കാരണം വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് നല്ലപോലെ ഗേറ്റ് എക്സാം ഒക്കെ എഴുതുന്നവർക്കാണ് ഈ പറയുന്നത്. ഈവൻ PSC എക്സാമിൽ പോലും അത്ര പഠിക്കുന്നില്ല. ഞാനിത് എല്ലാവരെയും 10-14 വർഷമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറയുന്ന എലിയെ കൊല്ലുന്നത് കൂടെ കൊണ്ടല്ല, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ അക്സെപ്റ്റ് യുവർ സെൽഫ്, സ്റ്റഡി വെരി വെൽ. ഇവിടെ അക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് പറയാൻ കാരണം അറിയാം, പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റും നമ്മുടെ ചേഞ്ചും നമ്മുടെ തെറ്റുകളും അങ്ങനെ ഒരു എലിമിനേറ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ സമയത്ത് ഇറ്റ്സ് ഓൾവേസ് പെയിൻഫുൾ. ഇവിടെ ഒരു പെയിൻ ഉണ്ട്. ആ പെയിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത്
കൂടെ നിർത്തി ആരെ, നിങ്ങളെ തന്നെ കൂടെ നിർത്തി നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റട്ടെ. അതാണ് നമ്മുടെ ഗ്ലാഡിയേറ്റർ പറഞ്ഞത്. ഫൈറ്റ് ടുഗദർ വി വിൽ ഫൈറ്റ് എന്ന് പറഞ്ഞൊരു ഡയലോഗ് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ടുഗദർ ആകേണ്ട ആരോടാണെന്നറിയോ? നിങ്ങളോട് തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നേന്ന് തുടങ്ങാൻ പറ്റിയ. ഇതൊന്നും ഒരു സംഭവമല്ല. 2015 സ്റ്റുഡൻസുകൾക്കും 2019 സ്റ്റുഡൻസ് എല്ലാവരോടും വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഇതൊന്നും വലിയ സംഭവങ്ങളല്ല. യൂണിവേഴ്സിറ്റി കുറച്ച് സപ്ലി ഉണ്ടെന്ന് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കട്ടെ, അങ്ങനെ തന്നെ ഞാൻ പറയുന്നു. കാരണം ഇതിലൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ നിർണായകമായ കാര്യങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ഒത്തിരി രക്ഷപ്പെടാനും ഒത്തിരി നല്ല വഴികളിലേക്ക് പോകാനും ഒക്കെ ഉള്ള മാർഗങ്ങളുണ്ട്. എനിവേ, അക്സെപ്റ്റ് യുവർ സെൽഫ്, സ്റ്റേ ബ്ലെസ്ഡ്, ബൈ.